ഈ ഒരു പ്ലേറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ കറക്റ്റ് അരമണിക്കൂറേ എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെന്താ ഇതുപോലെ നല്ല ഒരു ചോറിൽ ഒട്ടാണ്ട് നല്ല പോലുള്ളൊരു അടിപൊളി ബിരിയാണി. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, പക്ഷേ ഒരുപാട് പ്രോസസ്സ് ചെയ്ത് വെക്കുന്ന ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമേ അരി ഉപ്പ് മാത്രം ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. സ്പൈസസ് ഒന്നും വേണ്ട കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ്. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ച് വയ്ക്കുക. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ചതച്ചെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരിക. പിന്നെ ഒരു കാര്യം, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് എന്നാലും അത്യാവശ്യം നല്ല, ഈ ചില ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടത്തില്ലേ, അത് ഈ എരിവ് കുറയുമ്പോഴാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഒരു 4-5 എണ്ണമൊക്കെ ഇടാം, അത് ബെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിൽ പൊടികളായിട്ട് വെറും 3 പൊടികളേ ഉള്ളൂ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി, പെരിഞ്ജീരകമൊക്കെ പൊടിച്ച് വെച്ചേക്കത്തില്ലേ അത്, ആ മസാലക്കൂട്ടിൻ്റെ പൊടി. പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ടിട്ട് ഉടനെ തന്നെ നമുക്കൊരു വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്തു. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ അങ്ങോട്ട് ചേർത്തു. ഇത് കൂടുതലും ബോണ് കുറവായിട്ടുള്ള പീസസ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ചിക്കൻ എൻ്റെ കയ്യിൽ ഉള്ളതായിരുന്നു, കാരണം സാലഡ്സിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന പീസസ് ആയിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് വീണ്ടും നമ്മൾ വെറും ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി അരി ഇട്ടിട്ടുണ്ട്. ബസുമതി അരിയോ അല്ലെങ്കിൽ കൈമേരിയോ ബെറ്റർ ആയിരിക്കും. ഇട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് സിമ്മിൽ ഒന്ന് വേവിച്ച് എടുത്താൽ അടിപൊളി ബിരിയാണി റെഡിയാണ്. ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയാണ്. ഇതിനകത്ത് ആ ഒരു പുതിനയും മല്ലിയും ഒക്കെ ചതച്ച് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് ഇനി ഇങ്ങനെ അരിഞ്ഞ് തൂകണമെന്നൊന്നുമില്ല, ഉള്ളി വറുത്തിടണമെന്നില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വേണമെന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഇതുപോലൊരു അച്ചാറും ഇച്ചിരി സാലഡൊന്നും ഉണ്ടാക്കിയില്ല, അതും മടിയായതുകൊണ്ട് കട്ടത്തൈരിൻ്റെ പുറത്ത് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും, പപ്പടം പോലും വേണ്ടെന്നേ, അത്ര അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിനകത്ത് ചോറിനേക്കാൾ കൂടുതൽ ചിക്കൻ പീസ് ആയതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ബിരിയാണിയാന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ബിരിയാണി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ സെറ്റല്ലേ, ട്രൈ ചെയ്ത് നോക്കണേ.